ഹരീഷ് വാസുദേവൻ, എന്താണ് കേന്ദ്ര സർക്കാർ വിചാരിക്കുന്നത്? പാർലമെന്റിൽ ചർച്ചയില്ല. ഈ ബില്ലിൽ ചർച്ച വേണമെന്നുള്ളതല്ല കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടത്. ഈ ബില്ല് കൊണ്ടുവരുമെന്നുള്ളത് ഈ രാജ്യത്ത് വിദ്യാർത്ഥികൾ നടത്തിയ പ്രതിഷേധങ്ങൾക്കൊടുവിൽ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ച ഒരു സമവായ ഉപാധിയാണ്. ആ ബില്ലിലാകണം ചർച്ച. അതുവരെയും ഇവിടെ വിദ്യാർത്ഥികൾക്ക് നേരിടേണ്ടി വന്ന പോലീസ് അതിക്രമം അടക്കമുള്ള ഒരു പ്രശ്നങ്ങളിലും ചർച്ച വേണ്ടതില്ല, ഒരു വാക്ക് മിണ്ടാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ പാർലമെന്റ് പിരിഞ്ഞു കളയും എന്ന നിലപാട് എങ്ങനെയാണ് ഒരു ജനാധിപത്യ രാജ്യത്തിന് ഭൂഷണമാകുന്നത്? ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണെന്ന് നമ്മൾ പാഠപുസ്തകത്തിലും മറ്റും പഠിപ്പിക്കുന്നു എന്നല്ലാതെ വാസ്തവത്തിൽ അതിൻ്റെ ജനാധിപത്യപരത ഓരോ പില്ലറുകളിൽ നിന്ന് ചോർത്തിക്കളയുന്നത് നമ്മൾ കുറേ കാലമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അടിയന്തരാവസ്ഥ ഒരു വലിയ പ്രശ്നമായിട്ട് ജനാധിപത്യത്തിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്യൂ ആയിട്ട് നമ്മൾ ഉയർത്തിക്കാട്ടുമ്പോഴും അതിനേക്കാൾ എത്രയോ മോശം സ്ഥിതിയിലേക്കാണ് ഇന്ത്യ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നടക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിയോടും എന്തെങ്കിലും തരത്തിലുള്ള മുൻവിധി വെച്ചുകൊണ്ടല്ല, നമ്മൾ വെറുതെ വസ്തുത മാത്രം പരിശോധിച്ചാൽ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പ്രധാനപ്പെട്ട കാരണം കേന്ദ്രം ഭരിക്കുന്ന സർക്കാർ അവരുടെ ഏകാധിപത്യ സ്വഭാവം, സെൻട്രലൈസേഷൻ ഓഫ് പവർ, ഈ ജനാധിപത്യത്തെ താങ്ങി നിർത്തുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ദുരുപയോഗം, അതിപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ്റെ അപ്പോയിൻമെൻ്റ് ആയാലും അല്ലെങ്കിൽ സെൻട്രൽ ഏജൻസികളുടെ ദുരുപയോഗമായാലും അവർ കോടതിയിൽ നിന്ന് നേരിട്ട അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളായാലും ഇതെല്ലാം പരിശോധിച്ചാൽ CAA NRC സമരം മുതൽ ഇങ്ങോട്ട്, കർഷക സമരം മുതൽ ഇങ്ങോട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന രാജ്യം നേരിടുന്ന പ്രധാനപ്പെട്ട സമരങ്ങളിലെല്ലാം തന്നെ ആളുകളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പരിഹരിക്കാനുള്ള സർക്കാർ സംവിധാനം അമ്പേ പരാജയമാണ് എന്ന് നമുക്ക് കാണാം. അത് ചോദ്യം ചെയ്തു പോകേണ്ട മറ്റൊരു ഫോറം കോടതിയാണ്. പാർലമെന്റാണ് ആദ്യം. പാർലമെന്റിൽ ഒരു തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നില്ല. പാർലമെന്റിന്റെ എണ്ണം കൂടുന്ന ദിവസങ്ങളുടെ എണ്ണം ഗണ്യമായിട്ട് കുറയുന്നു. ജനാധിപത്യത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ക്രൈറ്റീരിയ എത്ര ദിവസം നിങ്ങൾ പാർലമെന്റ് ചർച്ചയ്ക്കായി തുറന്നിടുന്നുണ്ട് എന്നുള്ളതാണ്. അത് കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതാവുന്നു. ചർച്ചകൾ തുലോം കുറവായി മാറുന്നു. അതിനുശേഷം ജുഡീഷ്യറിയിലേക്ക് പോയാൽ അവിടെയും സർക്കാരിന് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ മാത്രം എടുത്തുകൊണ്ട് മുമ്പോട്ട് പോകുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു. അതിന് പുറത്ത് ഈ രാജ്യത്ത് ഒരു ചർച്ചയും ഈ സർക്കാർ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയെ നമുക്ക് ഒരു പത്രസമ്മേളനങ്ങളിലും കാണാൻ കഴിയില്ല. ഇന്ത്യ ഉണ്ടായതിനു ശേഷം ഇന്നേ വരെ ഇത്രയേറെ ജനാധിപത്യത്തോട് മുഖം തിരിച്ച, ചോദ്യങ്ങളോട് മുഖം തിരിച്ച ഒരു പ്രധാനമന്ത്രി ഉണ്ടായിട്ടുണ്ടോ? ഇന്ത്യയിലോ വിദേശത്തോ ഒരു ചോദ്യങ്ങളും അദ്ദേഹം നേരിടുന്നില്ല. അദ്ദേഹം ഇങ്ങോട്ട് പറയുന്നു, മൻ കി ബാത്തിലൂടെ നമ്മൾ കേൾക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ അടുത്ത ഘട്ടമാണ് രാജ്യത്തൊരു പ്രതിസന്ധി ഉണ്ട് എന്ന ആളുകൾ പറയുകയും അവർ തെരുവിലിറങ്ങുകയും ചെയ്യുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നത്. അവിടെയും ചർച്ചയ്ക്ക് തയ്യാറാവുന്നില്ല. ആരാണ് വരുന്നത്? നദ്ദയെ പോലെയുള്ള പാർട്ടി നേതാക്കൾ മാത്രമാണ് ചർച്ചയ്ക്ക് തയ്യാറാവുന്നത്. നോക്കൂ, നമ്മൾ തെരഞ്ഞെടുത്ത് വിട്ട നമ്മുടെ ജനപ്രതിനിധികളാണ്. ഒരു സാധാരണ MP ആണ് ആത്യന്തികമായും നമ്മുടെ പ്രധാനമന്ത്രി. അതിനുശേഷമാണ് അദ്ദേഹം പ്രധാനമന്ത്രിയായി മാറുന്നത്. അപ്പോൾ ആ തെരഞ്ഞെടുത്ത് വിട്ട ജനങ്ങളോടുള്ള ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ചർച്ച ചെയ്യുക എന്ന് പറയുന്നതാണ് ജനാധിപത്യം. ആ അടിസ്ഥാനം ജനാധിപത്യത്തിന്റെ ആർട്ടിക്കിൾ 14, 19, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14, 19, 21 ഒരുപോലെ പ്രധാനപ്പെട്ടതാണ്. ആളുകൾക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം പോലെ, ആളുകൾക്ക് തുല്യതയ്ക്കുള്ള സ്വാതന്ത്ര്യം പോലെ ഏറ്റവും പ്രധാനപ്പെട്ടാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം. എന്തിനാണ് ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുന്നത്? നിങ്ങൾ ഇഷ്ടമുള്ളതുപോലെ ബഹളം വെച്ചോളൂ, ഞങ്ങൾ മൈൻഡ് ചെയ്യില്ല എന്ന് പറയുന്നതിനാണോ ജനാധിപത്യം എന്ന് പറയുന്നത്? അല്ല. അവിടെ അർത്ഥ സമ്പുഷ്ടമായിട്ടുള്ള ഒരു ചർച്ചയ്ക്ക്, ഒരു തരത്തിലുള്ള ഡയലോഗിനും പാർലമെന്റിനകത്തോ പുറത്തോ ഈ സർക്കാർ തയ്യാറാവുന്നില്ല എന്നുള്ളത് അങ്ങേയറ്റം അതിൻ്റെ ജനാധിപത്യ സ്വഭാവത്തെ ഇല്ലാതാക്കുന്നതാണ്. അത് ഇന്നും ഇന്നലെയോ തുടങ്ങിയതല്ല. നമ്മൾ അതിൻ്റെ ഒരു നാൾ വഴി പരിശോധിച്ചാൽ ഓരോ ഈ പാർലമെന്റിന്റെ സബ് കമ്മിറ്റികളുടെ പ്രവർത്തനത്തിന്റെ കാര്യത്തിലായാലും അല്ലെങ്കിൽ ഭരണഘടനാ സ്ഥാപനങ്ങളുടെ കാര്യത്തിലായാലും ഒക്കെ നമുക്ക് ഇത് കാണാൻ കഴിയും. ഞാൻ ഏറ്റവും ചെറിയ ഒരു ഉദാഹരണം കൂടി പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ ഘട്ടത്തിലുള്ള ചർച്ച ഞാൻ അവസാനിപ്പിക്കാം. AICTE, CBSE എന്നീ 2 സ്ഥാപനങ്ങൾ പാർലമെന്റ് പാസാക്കിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ച് ഈ രാജ്യത്തെ പരീക്ഷകൾ നടത്തിയിരുന്ന ഒരു രാജ്യമാണിത്. എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചിരുന്ന 2 സ്ഥാപനങ്ങളാണ്. ഈ സ്റ്റാറ്റ്യൂട്ടറി ഉത്തരവാദിത്തം നിർവഹിച്ച 2 സ്ഥാപനങ്ങളെ മാറ്റിയിട്ട് ഈ സർക്കാർ എക്സിക്യൂട്ടീവ് ഉത്തരവിലൂടെ കൊണ്ടുവന്നതാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്ന് പറയുന്നത്. ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഒരു സൊസൈറ്റിയാണ്. ഇതിന് എന്തെങ്കിലും ഉത്തരവാദിത്തമുണ്ടോ? ഇത് ഉത്തരവാദിത്തം ഇല്ല എന്ന് പറയാൻ തുടങ്ങിയിട്ട്, പ്രതിപക്ഷം പറയാൻ തുടങ്ങിയിട്ട് 8 വർഷത്തിലധികമായി. എന്നിട്ട് ആ പ്രതിപക്ഷത്തോട് ഇതുമായി ബന്ധപ്പെട്ട് ഒരു പബ്ലിക് ഡിസ്കോഴ്സും നിങ്ങൾക്ക് കാണാനാവില്ല. നിങ്ങൾ അമേരിക്കയിലോ ഇംഗ്ലണ്ടിലോ മറ്റേതെങ്കിലും രാജ്യത്തോ ജീവിക്കുന്ന ഒരു ഉയർന്ന പൗരനാണെന്ന് വിചാരിക്കുക, നിങ്ങളൊരു മാധ്യമപ്രവർത്തകയാണെന്ന് വിചാരിക്കുക. നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്തിട്ടാണല്ലോ ഇന്ത്യയുടെ ജനാധിപത്യത്തെ പറ്റി നോക്കുക, അല്ലേ?
ശരി, ഇങ്ങനെ ഒരു വിഷയം മുന്നായി വരുമ്പോൾ എന്താണ് സർക്കാരിന് പറയാനുള്ളത്, എന്താണ് അതിന് ഓപ്പോസിറ്റുള്ള ആളുകൾക്ക് പറയാനുള്ളത് നോക്കിയിട്ടാണല്ലോ നമ്മൾ അതിൽ ജനാധിപത്യം എത്രത്തോളം ഉണ്ട് എന്ന് കണക്കാക്കുക. ഇന്ത്യയിൽ അങ്ങനെ പബ്ലിക് ഡിസ്കോഴ്സിൽ പ്രധാനമന്ത്രിയോ ബന്ധപ്പെട്ട സർക്കാരോ നടത്തിയ ഒരു ചർച്ചയുമില്ല എന്ന് കാണാം. പകരം ഈ മെറിറ്റിലുള്ള ചർച്ച ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള ടൂളുകൾ ലഭ്യമാണ്. അത് ടുക്കഡെ ഗ്യാങ് എന്ന പേരിലോ, പാകിസ്ഥാനിലേക്ക് പോകൂ, അല്ലെങ്കിൽ അത്തരം വിദേശ താല്പര്യങ്ങളുള്ള ആളുകളാണെന്ന പേരിലോ, വിദേശ ഫണ്ട് വാങ്ങിക്കുന്ന ആളുകളാണ്, മുസ്ലിങ്ങളാണ് തുടങ്ങിയുള്ള നറേറ്റീവ്, അതായത് മെറിറ്റിൽ ചർച്ച ഒഴിവാക്കാൻ എന്തൊക്കെ നറേറ്റീവുകൾ ആവശ്യമാണോ അത് കൊണ്ടുവരുന്ന ഒരു സിസ്റ്റം തന്നെ ഇവരുണ്ടാക്കിയിട്ടുണ്ട്. അതിന് കുടപിടിക്കുന്ന ഒരു വലിയ മാധ്യമ സമൂഹത്തെയും ഇവരുണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മെറിറ്റിൽ ചർച്ചയില്ല. മെറിറ്റിനെയാണ് ഇവർ ഭയപ്പെടുന്നത്, ചർച്ചയാണ് ഇവർ ഭയപ്പെടുന്നത്. അടിസ്ഥാനപരമായി അത് ജനാധിപത്യത്തിനെതിരാണ്. ശരി, ശ്രീ Debate with Madhu Saji.